ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കൊത്തു പൊറോട്ട എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാൻ വേണ്ടി പോവുകയാണ്. അതിനാവശ്യമായിട്ടുള്ളത് ഒനിയൻ, ബെൽ പെപ്പർ, ടൊമാറ്റോ, മല്ലിയില, പിന്നെ ചിക്കൻ ഗ്രേവി എടുത്തിട്ടുണ്ട്, ചിക്കൻ ഫ്രൈ ചെറുതായിട്ട് മാഷ് ചെയ്തിട്ടുണ്ട്, പിന്നെ നമുക്ക് വേണ്ടത് പൊറോട്ടയും എഗ്ഗുമാണ്, പിന്നെ ഓയിലും സോൾട്ടും. അതുപോലെ തന്നെ ചൂടായി വരുന്ന പാനിലേക്ക് നമുക്ക് ഓയിൽ വെച്ച് കൊടുക്കാം. എഗ്ഗ് പൊടിച്ച് വെച്ചിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരണം. നമ്മുടെ എഗ്ഗ് ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. വെജിറ്റബിൾസ് ആയിട്ട് ആദ്യമേ തന്നെ ഒനിയൻ ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് അപ്പോൾ നമുക്ക് ടൊമാറ്റോ ചേർക്കാവുന്നതാണ്. ഒനിയൻ അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ടൊമാറ്റോ ചേർക്കാം. ഞാൻ ഗ്രീൻ ആണ് എടുത്തിരിക്കുന്നത്, ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്യാം. ശേഷം ഇതിലേക്ക് നമുക്ക് മല്ലിയില ചേർക്കാം. മല്ലിയില നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് യൂസ് ചെയ്യുന്നതാണ്. ഇഷ്ടമുള്ളവർക്ക് യൂസ് ചെയ്യാം, ഇഷ്ടമില്ലാത്തവർക്ക് മല്ലിയില സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ബെൽ പെപ്പറും ടൊമാറ്റോയും മസ്റ്റാണ്. അതാണ് നമുക്ക് ഈ കൊത്തു പൊറോട്ടയ്ക്ക് ടേസ്റ്റ് നൽകുന്നത്. നമുക്ക് മല്ലിയില ചേർക്കാം. കുറച്ച് മല്ലിയില ചേർക്കുന്നുള്ളൂ, ഒത്തിരി മല്ലിയില ഫ്ലേവർ താല്പര്യമില്ലാത്തതുകൊണ്ട് മല്ലിയിലയും കൂടെ ചേർത്ത് സോട്ട് ചെയ്യാം. കറക്റ്റ് 2 മിനിറ്റ് ഒന്ന് പാടാൻ വേണ്ടി കറക്റ്റ് 2 മിനിറ്റ് ആയിട്ട് നമുക്ക് ജസ്റ്റ് തുറന്നിട്ട് ഇറക്കി കൊടുക്കാം. ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ടൊമാറ്റോയും വെൽപ്പറ്റും ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ നമ്മൾ ചെറുതായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് വെക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ ഗ്രേവി അതോടെ ചേർക്കാം. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് നമുക്കൊരു വീണ്ടും 2 മിനിറ്റ് അടച്ചെടുക്കാം. ഗ്രേവിയൊക്കെ നമ്മുടെ വെജിറ്റബിൾസിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഒന്ന് നോക്കാം. ഏകദേശം റെഡി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന പൊറോട്ട ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ഗ്രേവിയുടെ അനുസരിച്ച് നിങ്ങൾ പൊറോട്ട യൂസ് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ കറക്റ്റ് 5 പൊറോട്ട എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആഡ് ചെയ്യും. പൊറോട്ട ആഡ് ചെയ്യാൻ പോവാണ്. അതുപോലെ മിക്സ് ചെയ്ത് വെക്കാം. നമ്മുടെ കൊത്തു പൊറോട്ട ഏകദേശം ആയിട്ടുണ്ട്. ഇത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കൊത്തു പൊറോട്ടയാണ്. ഇത് എക്സാക്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ കൊത്തു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. എക്സാക്ട് നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റിൻ്റെ ടേസ്റ്റ് ലഭിക്കുന്നത്. അതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത്. നമ്മൾ ആദ്യം എഗ്ഗ് ചേർത്തത് കൊണ്ട്